അതായത് നമ്മുടെ ചരിത്രത്തെയൊക്കെ വളച്ചൊടിക്കാണ്. മഹാത്മാഗാന്ധിനെ കൊന്നവരൊക്കെ ഇനി രാജ്യസ്നേഹികളെക്കാരും, മഹാത്മാഗാന്ധി രാജ്യദ്രോഹിയായിട്ട് മാറും, ഗോഡ്സേക്കാരൻ നമ്മുടെ രാഷ്ട്രപിതാവ്, ഇങ്ങനെയൊക്കെ അവർ കൊണ്ടുവരിക. ഈ പറയുന്ന വിദ്യാഭ്യാസത്തെ, ആ നയത്തെ ഏകീകരിക്കുന്നത് വഴി രാജ്യത്തിന്റെ വൈവിധ്യത്തെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നതെന്നുള്ള ആദ്യത്തെ വിമർശനം മുന്നോട്ട് വെച്ചത് CPM ആയിരുന്നു. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ വിമർശനം എന്ന് പറയുന്നത് കമ്മ്യൂണലൈസേഷൻ ആണ്. അതായത് പാഠ്യപദ്ധതിയിലൂടെ ഹിന്ദുത്വ രാഷ്ട്രീയം കടത്തിവിടുന്നു. അതിനൊട്ടേറെ ഉദാഹരണങ്ങൾ ആ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന് ഗാന്ധിവധം എടുത്ത് കളഞ്ഞിരിക്കുകയാണ്. കാരണം എന്താ, ഹിന്ദു മഹാസഭയാണ് അതിനകത്ത് പ്രതികൾ എന്ന് പറയുന്നത്. ആ ചരിത്രം പഠിക്കാനോ ഓർമ്മിപ്പിക്കാനോ BJPയോ സംഘപരിവാറോ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് പാഠ്യപദ്ധതിയിൽ നിന്ന് ആ പുസ്തകം നീക്കം ചെയ്യുന്നു. ഗാന്ധിവധത്തിന് ശേഷം RSS നിരോധിക്കപ്പെട്ടു. ആ പാഠഭാഗം ഇപ്പോൾ നമ്മുടെ പാഠ്യപദ്ധതിയിലില്ല. എന്തിനേറെ പറയുന്നു, ഏറ്റവും അവസാനം ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ കലാപമായിരുന്നല്ലോ ഗുജറാത്ത് കലാപം. ആ ഗുജറാത്ത് കലാപത്തെ കുറിച്ചുള്ള പാഠങ്ങൾ ഈ പറയുന്ന പുസ്തകത്തിലില്ല. ഡെമോക്രസിയെ കുറിച്ചുള്ള പാഠം പോലും ഈ പറയുന്ന പുസ്തകത്തിലില്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചരിത്ര കാലഘട്ടമാണ് ഇസ്ലാമിക് ഇൻവേഷൻ എന്ന് പറയുന്നത്. ഇസ്ലാമിക രാജാക്കന്മാർ ഇന്ത്യയിൽ, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലേക്ക് ധാരാളമായി വന്നിട്ടുണ്ട്. ഒരു 1000 വർഷത്തെ ചരിത്രമുണ്ട് ആ ഇസ്ലാമിക ഇൻവേഷൻ എന്ന് പറയുന്നത്. അവര് ഇന്ത്യൻ സംസ്കാരവുമായി കടന്നുകൊണ്ടാണ് ഈ രാജ്യം ഭരിച്ചിരുന്നത്. അതിന്റെ നേട്ടങ്ങളുമുണ്ട്, അതിന്റെ കോട്ടങ്ങളുമുണ്ട്. പക്ഷേ ഈ 1000 വർഷത്തെ ചരിത്രം അങ്ങെടുത്ത് കളഞ്ഞിരിക്കുകയാണ് പാഠ്യപദ്ധതിയിൽ നിന്ന്. ഇസ്ലാമിക ചരിത്രം പഠിക്കേണ്ട അഥവാ പഠിപ്പിക്കേണ്ട എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം. നോക്കൂ, ഒരു കാലഘട്ടം അത് നമ്മുടെ രാജ്യത്തിന് ഗുണമാണോ ദോഷമാണോ ചെയ്തത് എന്ന് പഠിച്ചാൽ മാത്രമേ ഒരാൾക്ക് പറയാൻ കഴിയുള്ളൂ. പഠിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ടാകണം. അത് പാഠ്യപദ്ധതിയിൽ നിന്ന് തന്നെ എടുത്തു കളഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ വന്ന RSS എന്താണോ പറയുന്നത് അതായിരിക്കും ഇനി ചരിത്രങ്ങൾ. പഴയ ചരിത്രങ്ങളൊന്നും ചരിത്രമേ അല്ലായിരിക്കും. അതായത് നമ്മുടെ ചരിത്രത്തെയൊക്കെ വളച്ചൊടിക്കാണ്. മഹാത്മാഗാന്ധിനെ കൊന്നവരൊക്കെ ഇനി രാജ്യസ്നേഹികളെക്കാരും, മഹാത്മാഗാന്ധി രാജ്യദ്രോഹിയായിട്ട് മാറും, ഗോഡ്സേക്കാരൻ നമ്മുടെ രാഷ്ട്രപിതാവ്, ഇങ്ങനെയൊക്കെ അവർ കൊണ്ടുവരിക. അവർ ഹിന്ദുത്വ രാഷ്ട്രീയം നമ്മുടെ കുട്ടികളുടെ മനസ്സിൽ ഇൻജെക്ട് ചെയ്യാണ്. അവരെന്താണോ പറയുന്നത് അത് മാത്രമേ കാര്യം ശരി. നമ്മുടെ രാജ്യത്തിനും വേണ്ടി ജീവൻ അർപ്പിച്ചവരൊക്കെ ഇനി മുതൽ രാജ്യദ്രോഹികൾ, അതേ കാര്യം കൊണ്ടുവരുന്നുണ്ടാവുക. അതിന് കൂട്ടായിട്ട് നമ്മുടെ CPM കലക്കിയിട്ടുണ്ട്.